ഹായ്, നമ്മുടെ ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടിയും പഴവും വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലും വളരെ എളുപ്പത്തിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ സിമ്പിളായിട്ടുള്ള ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചെറിയ പഴമാണ്. അപ്പോൾ ഞാനൊരു 8 ചെറുപഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ഒരു വലിയ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം, അതിൻ്റെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം. അപ്പോൾ നമ്മൾ ഈ വലിയ ബ്ലെൻഡർ എടുക്കുന്നത് ഇതിനകത്തേക്ക് നമ്മൾക്ക് വേറെയും കുറച്ച് കാര്യങ്ങളും കൂടി ചേർത്ത് കൊടുത്ത് അടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഒരു വലിയ ബ്ലെൻഡറിൽ തന്നെ നമ്മളിതൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ഒരു 10 ഏലക്കായി നമുക്ക് ഇതിനകത്തേക്ക് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് അതും ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് അളവിലുള്ള ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ 240 ml കപ്പാണ്. അതിലേക്ക് സെയിം കപ്പിൽ തന്നെ നമ്മൾക്ക് ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണ്, അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1/2 കപ്പ് ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഇത് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് സെയിം കപ്പിൽ 1 കപ്പ് അളവിലുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ അരച്ചെടുത്തപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് വീണ്ടും 1 കപ്പ് വെള്ളവും കൂടി നമുക്കിതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മൾ അത് തയ്യാറാക്കുന്ന പാനിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഒരല്പം കൂടി ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ ആ ബ്ലെൻഡർ ഒന്ന് കഴുകിയിട്ടുള്ള വെള്ളവും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയാൽ ഇത് വറ്റി കിട്ടാനായിട്ട് സമയം എടുക്കും. ഇനി നമുക്കിത് സ്റ്റവിലേക്ക് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളച്ചതിന് ശേഷം നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മളിത് തിളച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ആയപ്പോഴേക്കും കുറച്ചൊക്കെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് 2 ടീസ്പൂൺ അളവിലുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും ഒന്ന് ലോവിലേക്ക് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ കയ്യിൽ തെറിക്കും. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. വീണ്ടും ഒരു 10 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു 25 മിനിറ്റ് നേരം ആയപ്പോൾ ഉള്ള ഒരു രീതിയാണിത്. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വെള്ളം വറ്റാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ വീണ്ടും നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലേക്കും ലോവിലേക്കും മാറ്റി തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയിട്ട് വീണ്ടും ഒരു 5 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു 30 മിനിറ്റ് സമയം നമുക്കിതിന് വേണ്ടി വന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. കാരണം ഇത് ഒരുപാട് അങ്ങോട്ട് തിക്കായി പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ സ്പാറ്റിൽ നിന്ന് ഇങ്ങനെ ഒഴിക്കുമ്പോഴും അതിങ്ങനെ മുറിയാതെ ഇങ്ങനെ കറക്റ്റായിട്ട് അതിൽ നിന്ന് ഒഴുകി വീഴണം. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ചൂടോട് കൂടി തന്നെ നമ്മൾ ഏത് ബൗളിലേക്കാണോ ഒഴിച്ച് വെക്കേണ്ടത് ആ ബൗളിലേക്ക് ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് കുഞ്ഞ് പാത്രത്തിൽ ഒഴിച്ച് വെച്ചാൽ അതിൻ്റെ പാത്രത്തിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ കുറച്ചൊന്നും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ബദാമിൻ്റെ സ്ലൈസ് ഇങ്ങനെ ഒരു പൂ പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പാത്രത്തിൽ വെച്ചാൽ ഈ ഷേപ്പിൽ കിട്ടും. അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം കുഞ്ഞ് ഇതേപോലെ ബൗളിലാണെങ്കിൽ നമുക്ക് ഇതേപോലെ. അപ്പോൾ അതിനകത്ത് ഒരു അല്പം നെയ്യ് നമ്മളൊന്ന് ആദ്യം ഒന്ന് തൂത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ ഒരല്പം നെയ്യ് എടുത്തിട്ട് ആ കയ്യിലിൻ്റെ മേലയിൽ ഇങ്ങനെ ഒന്ന് പുരട്ടിയിട്ട് ഇങ്ങനെ ചെയ്യണമെങ്കിൽ കറക്റ്റ് ഷേപ്പിൽ നമുക്കത് കിട്ടും. അതിന് ശേഷം കുറച്ച് ബദാം ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. ഇങ്ങനെ ചെയ്ത് അതിന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ നല്ല കറക്റ്റ് ഷേപ്പിൽ നമുക്കിത് കിട്ടും. അപ്പോൾ പൂ പോലെയുള്ള ബൗളൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ പലഹാരം തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുത്താൽ അവരതിരുന്ന് കഴിച്ചോളും, അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ.